ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാ കുട്ടികൾക്കും 6 മാസം കൂടുമ്പോൾ ഈ ഡിവേമിങ്ങിന്റെ മരുന്ന് കൊടുക്കണോ എന്നുള്ളത്. മിക്ക പാരന്റ്സിന്റെ ചോദ്യമാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഈ വിരയുടെ ശല്യം എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് നമ്മൾ WHO പറയുന്ന പ്രകാരം നമ്മുടെ നാടുകൾ ഇന്ത്യയിൽ ഈ ചുവപ്പ് കാറ്റഗറിയിൽ, അതായത് 50% മുകളിൽ പ്രിവലൻസ് ഉണ്ട്. അപ്പൊ 50% മുകളിൽ പ്രിവലൻസ് ഉള്ള നാടുകളിൽ കഴിയുന്നതും 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് WHO പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി. അങ്ങനെ കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻസ് ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി നിങ്ങളെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2015 തൊട്ടൊക്കെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഡിവേമിംഗ് ആയിട്ടുള്ള 2 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി ഓഗസ്റ്റ് മാസങ്ങളിൽ 2 ദിവസങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 മാസം ഗ്യാപ്പ് ആവുമല്ലോ. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് വിരയുടെ മരുന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? അങ്ങനെ ആകുമ്പോൾ കൃത്യമായി 6 മാസം ഇടവേള കിട്ടുമല്ലോ. അത് അംഗനവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നാണ് കൊടുക്കുക. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിങ്ങൾ അംഗനവാടികളിൽ പോയി ചോദിക്കുക ഈ ദിവസങ്ങളിൽ, അത് മുൻകൂട്ടി അറിയിക്കും. 5 വയസ്സിന് മുകളിലാണെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടും. അങ്ങനെ അതാണ് ഒരു ഓപ്ഷൻ. ഇനി അതിൽ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ല, ആ ദിവസം മിസ്സായി പോയി, അപ്പൊ പിന്നെ നിങ്ങൾ സ്വന്തം എന്ന നിലക്ക് നിങ്ങളെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. ഇവിടെയാണ് ആരുടെ ഇമ്പോർട്ടൻസ് വരുന്നത്? ഈ പ്രവാസികളായ ആളുകളുടെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. കാരണം ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് യൂറോപ്പ് അല്ലെങ്കിൽ USA പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന പ്രവാസികളായ പാരൻസ് അവിടെ ഈ നാഷണൽ പ്രോഗ്രാം ഇല്ലല്ലോ. അപ്പം അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന സംശയം, എൻ്റെ കുട്ടിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കണോ എന്നുള്ളത്. അതുപോലെ തന്നെ നാട്ടിലുള്ള പാരൻസ് ഈ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഞാൻ സ്വന്തമായി ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ചു കൊടുക്കണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 6 മാസത്തിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ അത് കൊടുത്തില്ല എന്ന് കരുതി പ്രശ്നമില്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും അധികം ഇല്ല. അപ്പൊ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? ഈ പറയപ്പെടുന്നതാണ് റിസ്ക് ഫാക്ടേഴ്സ്. എന്തൊക്കെയാ? നിങ്ങളൊരു റൂറൽ ഏരിയസിൽ, അതായത് ഈ വിര അധികം സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റൂറൽ ഏരിയസിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ കുട്ടി എപ്പോഴും ബെയർ ഫുട്ടായി പുറത്ത് പോകുന്നുണ്ട്, മണ്ണിനോട് നല്ല എക്സ്പോഷർ വരുന്നുണ്ട്, നഖം കടിക്കുന്ന ശീലമുണ്ട്, ഇടവിട്ട് മലദ്വാരം ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്, കുട്ടിക്ക് പലപ്പോഴായിട്ട് വിരയുടെ ശല്യം മുമ്പ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ മറ്റാളുകൾക്ക് ഉണ്ട്, അതുപോലെ കുട്ടിക്ക് വളർച്ചയുണ്ട്, തൂക്കക്കുറവുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ വാങ്ങിച്ച് കൊടുക്കണം. അഥവാ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടില്ല എങ്കിൽ കൂടി. അപ്പൊ നിങ്ങൾ പുറത്താണെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ള നിങ്ങളുടെ ഹോസ്പിറ്റലിലോ നിങ്ങളുടെ പീഡിയാട്രിഷനോ കണ്ട് 6 മാസത്തിൽ മരുന്ന് എഴുതി വാങ്ങിക്കുക. മറിച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ല, നിങ്ങൾ പുറത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊടുത്തില്ല, അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ കൊടുക്കണം. നിർബന്ധമില്ല, കൊടുത്താൽ നല്ലത്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസികളായ ആളുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പക്ഷേ കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല. ഈ സിംറ്റംസ് ഇല്ലെങ്കിൽ കൊടുക്കണം നിർബന്ധമില്ല. മറ്റു പാരന്റ്സിനോട് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാരന്റിങ് പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, തിയറി റെഫറൻസ് ബേസ്ഡ് ആയിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലൈഡ് അടുത്ത വരുന്ന ദിവസങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്ലൈഡ് വെച്ചുള്ള പ്രസന്റേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട